ജ്യേഷ്ഠ. പിതാവ് ജ്യേഷ്ഠനെ തിരക്കുന്നുണ്ട്. വരൂ. പിതാശ്രീ, പുത്ര, നിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുവാനാണ് നാം ഇപ്പോൾ വിളിപ്പിച്ചത്. നീ ജനിച്ച് ഈ കാലം അത്രയും ഒരിക്കൽ പോലും നീ നമ്മെ അനുസരിക്കാതിരുന്നിട്ടില്ല. വളരെ ചെറുപ്പകാലത്ത് തന്നെ ആയുധവിദ്യകൾ അഭ്യസിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം നീ കാത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷകനുമായി മാറി നീ. തേജരാജ്യത്തിൻ്റെ അന്തസ്സിന് കോട്ടം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഇന്ന് വരെ നിന്റെ പക്കൽ നിന്നും ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെയും നിന്നെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൈപിടിച്ച് കയറ്റുക എന്നുള്ളത് ഒരു പിതാവെന്ന നിലയിലും ഈ രാജ്യത്തിൻ്റെ രാജാവെന്ന നിലയിലും എൻ്റെ കടമയാണ്. പിതാവേ, അങ്ങെന്ത് പറഞ്ഞാലും നമുക്ക് സമ്മതമാണ്. നമ്മുടെ നല്ലതിനല്ലാത്ത ഒരു കാര്യവും അങ്ങ് പറയില്ല എന്ന് നമുക്കറിയാം. ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളെയും നിന്നെ ഏൽപ്പിക്കുവാൻ സമയമായിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പായി നിന്റെ വിവാഹം നടന്നു കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അയൽ ദേശത്തെ രാജാവിൻ്റെ മകൾ വേദവിദ്യയുമായുള്ള നിന്റെ വിവാഹം നാം ഉറപ്പിച്ചിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ദിവസം തന്നെ നീ ആ രാജ്യം സന്ദർശിക്കുകയും വേണം. ശരി പിതാശ്രീ. ജ്യേഷ്ഠന്റെ വിവാഹം ഉറപ്പിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതെ, വിദ്യ, വേദവിദ്യ എന്ന എൻ്റെ വിദ്യ, ഞാൻ കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിൽ കൊണ്ടുതരുന്ന എൻ്റെ പെണ്ണ്, അവളെയാണിപ്പോൾ പിതാവ് ജ്യേഷ്ഠന്മാർ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവളെ എനിക്ക് വിട്ടു നിൽക്കാനാകില്ല. എൻ്റെ പ്രാണന് സമമാണ് അവളെനിക്ക്. എന്താ ഇതൊക്കെ? എൻ്റെ അച്ഛൻ പറയാം നിന്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന്. എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്നെയല്ലേ. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത്? പറ്റില്ല തറ, എനിക്ക് നിന്നെയല്ലാതെ മറ്റൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വിദ്യ, നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ ഞാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമെന്ന്? എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നിന്നെ ഞാൻ തന്നെ വിവാഹം ചെയ്യും. എൻ്റെ ജ്യേഷ്ഠനെന്നല്ല, മറ്റൊരാൾക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ സഖ്യം നീ മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ എന്താ ചെയ്യാ? നിന്റെ ജ്യേഷ്ഠൻ നിന്റെ പിതാവിനെ എതിർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, എൻ്റെ ജ്യേഷ്ഠൻ പിതാവിനെ ഒരിക്കലും എതിർക്കില്ല. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ ആഗ്രഹങ്ങൾക്കും ഒരിക്കലും എതിർ നിൽക്കില്ല. എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ സംസാരിക്കാം, അദ്ദേഹത്തിന് മനസ്സിലാവും. നാളെയല്ലേ അദ്ദേഹം നിങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത്? കൂടെ ഞാനും വരും. ജ്യേഷ്ഠനോട് ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം. അതിരാവിലെ തന്നെ അധർ തൻ്റെ ജ്യേഷ്ഠനോടൊപ്പം ഇഷനേന്യ രാജ്യത്തേക്ക് യാത്രയായി. യാത്ര ആരംഭിച്ച് ഏറെ നേരമായിരിക്കുന്നു. ഇപ്പോൾ അവർ ഒരു കാട്ടിനകത്തു കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അധർ തൻ്റെ മനസ്സിലുള്ള കാര്യം ജ്യേഷ്ഠനെ അറിയിക്കുവാൻ തീരുമാനിച്ചു. ജ്യേഷ്ഠ, എനിക്ക് ജ്യേഷ്ഠനോടൊരു കാര്യം അറിയിക്കുവാനുണ്ടായിരുന്നു. പറയൂ ജ്യേഷ്ഠ. അത് പിന്നെ ഒരു മുഖവരയുടെ കാര്യമില്ലാത്തല്ലോ. നീ കാര്യം എന്താന്ന് പറയൂ. പെട്ടെന്ന് അടുത്തുള്ള കുറ്റിക്കാടുകൾ അനങ്ങുന്ന ശബ്ദം ആദവ് കേൾക്കാൻ തുടങ്ങി. അപകടം, ഇവിടെ ആരും ഉണ്ട്. പെട്ടെന്ന് ഒരമ്പുതിർന്ന് അവർക്ക് നേരെ വരുന്നത് അഥർ കണ്ടു. ആദവ് പെട്ടെന്ന് തന്നെ തൻ്റെ ഉടവാളൂരി അഥർവിനെ അത് ഏൽക്കും മുമ്പ് തന്നെ അതിനെ നശിപ്പിച്ചു. തൊട്ടു പിന്നാലെയായി അവർക്ക് ചുറ്റും ഒരു കൂട്ടം കൊള്ളക്കാർ അവരെ വളയം ചെയ്തു. എന്നാൽ ആദവിൻ്റെയും അഥർവിൻ്റെയും കണ്ണുകളിൽ തെല്ലുട പോലും ഭയമുണ്ടായിരുന്നില്ല. തേജരാജ്യത്തെ രാജകുമാരന്മാരാണവർ, ആദവാചാര്യനും അഥർവാചാര്യനും.
കൊള്ളക്കാർ ആർത്തലച്ച് അവർക്ക് നേരെ പാഞ്ഞു. പെട്ടെന്നായിരുന്നു അഥർവിനെ പിന്നിൽ നിന്ന് കുത്തുവാൻ വന്ന ഒരു കൊള്ളക്കാരൻ നേരെ ഒരു അമ്പുതിർന്നു വന്നത്. ആ അമ്പെയ്ത വ്യക്തി അവർക്ക് നേരെ തെളിഞ്ഞു വന്നു. മുഖമൂടി അണിഞ്ഞ ഒരു യോദ്ധാവ്. അവർ 3 പേരും തന്നെ ആ കൊള്ളക്കാരുമായി വലിയൊരു യുദ്ധത്തിലേർപ്പെട്ടു. യുദ്ധം നടക്കുന്നതിനിടെ ആ യോദ്ധാവിൻ്റെ മുഖമൂടി അഴിഞ്ഞു വീണു. അതെ, അതൊരു പെൺകുട്ടിയായിരുന്നു. അല്ല, ഒരു യോദ്ധാവായിരുന്നു. അവസാനം ആ യുദ്ധത്തിൻ്റെ വിജയം അവർക്ക് 3 പേർക്കും സ്വന്തമായി. യുദ്ധത്തിനൊടുവിൽ കൊള്ളക്കാരിൽ കുറച്ചുപേർ മരണമടഞ്ഞു. ബാക്കി വന്നവർ മുറിവുകളേറ്റ് തൻ്റെ ബാക്കി ജീവനുമായി ഓടി രക്ഷപ്പെട്ടു. ആ മുഖംമൂടി അണിഞ്ഞിരുന്ന പെൺകുട്ടി ഒന്നും തന്നെ മിണ്ടാതെ തിരിഞ്ഞ് അവിടെ നിന്ന് നടക്കുവാൻ ആരംഭിച്ചു. പെട്ടെന്ന് ആദം അവളെ പുറകിൽ നിന്ന് വിളിച്ചു. ഒന്ന് നിൽക്കൂ. ഭവതി ആരാണ്? ഒരു യാത്രാ വഴിയിൽ ഒരുപാട് അപരിചിതരെ കണ്ടെന്നിരിക്കും. അവരെ എല്ലാവരും പരിചിതരാക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ. ശരിയാണ്, പക്ഷേ ജീവൻ രക്ഷിക്കുന്നവരെ അറിഞ്ഞിരിക്കണം. അത് ശത്രുവായാലും മിത്രമായാലും. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് പേരും സ്ഥലവും എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. ഇത് എൻ്റെ സംരക്ഷണയിൽ വരുന്ന സ്ഥലമാണ്. അതിനകത്തേക്ക് വന്നവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ആ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾക്ക് ഈ കാടിനകത്ത് ഒന്നും തന്നെ സംഭവിക്കാൻ നാം അനുവദിക്കില്ല. ഇത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. അവളുടെ പേരെന്താണെന്നോ അവൾ എവിടെ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ആദവിന്റെ മനസ്സിൽ അവളുടെ മുഖം പതിഞ്ഞിരുന്നു. കൊള്ളാം അല്ലേ ചേട്ടാ? എന്താ? അല്ല, ആ പോയ ആള് കൊള്ളാമെന്ന് പറയായിരുന്നു. നീ വായി നോക്കി നിൽക്കാതെ വന്നേ, സമയം ഒരുപാടായി. ഇപ്പൊ ഞാൻ വായി നോക്കി നായ. അല്പസമയത്തിന് ശേഷം അവർ ഇഷ്ണേന്യ രാജ്യത്തേക്ക് എത്തിച്ചേർന്നു. അവിടുത്തെ രാജാവ് അവനെ ആദരപൂർവ്വം സ്വീകരിച്ചു. തേജരാജ്യത്തെ മൂത്തപുത്രൻ നമ്മുടെ ഇളയ പുത്രയുടെ വരനായി വരിക എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇവരാണ് നമ്മുടെ പുത്രിമാർ. ഇത് നമ്മുടെ മൂത്ത പുത്രി അശ്വമാനസ. ഇത് എൻ്റെ ഇളയ പുത്രി വേദവിദ്യ. ഒരു വിവാഹത്തിന് മുമ്പ് പരസ്പരം രണ്ടുപേരും മനസ്സ് തുറക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മോളെ വേദ, കുമാരനെയും കൊണ്ട് പൂങ്കാവനത്തിലേക്ക് ചെല്ലും. വേദയും ആദവും പൂങ്കാവനത്തിൽ കുറേ നേരം ചുറ്റി നടന്നു. പക്ഷേ അവർ ഇരുവരും മൗനം പാലിക്കുകയായിരുന്നു. ആ മൗനത്തെ ആദവ് ഭേദിച്ചു. വേദ, താനെന്താ ഒന്നും മിണ്ടാത്തെ? അത് ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ? തൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അവൾ മറുപടി ഒന്നും നൽകിയില്ല. വേദ, തൻ്റെ ജ്യേഷ്ഠതയുടെ വിവാഹം കഴിഞ്ഞതാണോ? ഇല്ല.
പിന്നെന്താ ജ്യേഷ്ഠത്തെ നിർത്തിക്കൊണ്ട് തന്നെ വിവാഹം ചെയ്തയക്കുവാൻ രാജാവ് തീരുമാനിച്ചിരിക്കുന്നത്? ചേച്ചിക്ക് മുൻപൊരു വിവാഹം ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ചില കാരണങ്ങൾ അത് മുടങ്ങുകയുണ്ടായി. എന്തായിരുന്നു കാരണം? നമ്മുടെ എതിർ രാജ്യമായിരുന്ന ഒരു രാജ്യത്തിലെ രാജകുമാരനുമായിട്ടായിരുന്നു ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. ഒരു സൗഹൃദ സന്ധ്യയിൽ ഏർപ്പെടാമെന്ന് വിചാരിച്ചായിരുന്നു ആ വിവാഹം പിതാവ് ഉറപ്പിച്ചത്. പക്ഷേ അവർക്കുണ്ടായിരുന്നത് ഗൂഢലക്ഷ്യങ്ങളായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ പിതാവ് ആ വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. പിന്നീട് ജ്യേഷ്ഠതയ്ക്ക് വിവാഹങ്ങളൊന്നും ഉറപ്പിച്ചില്ല? ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പിതാവ്. പക്ഷേ ജ്യേഷ്ഠതി അതെല്ലാം വേണ്ടാന്ന് വെച്ചു. ജ്യേഷ്ഠതിക്ക് ഈ രാജ്യവും ഈ രാജ്യത്തെ ജനങ്ങളെയും സംരക്ഷിക്കണം എന്നതായിരുന്നു. ജ്യേഷ്ഠതി കുട്ടിക്കാലം മുതലേ ആയുധവിദ്യകളിലും എല്ലാം വളരെ പ്രാവീണ്യം നേടിയ ഒരാളായിരുന്നു. അന്ന് ആ രാജ്യത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയതും ജ്യേഷ്ഠത തന്നെയായിരുന്നു. വിദ്യ, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. പക്ഷേ ഇഷണേനിയ രാജ്യവുമായി ബന്ധമുറപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. തൻ്റെ ജ്യേഷ്ഠത്തെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും? അല്ല, ശരിക്കും താങ്കൾക്ക് ആ ആഗ്രഹമുണ്ടോ? എന്നാ പിതാവിനോട് പറഞ്ഞാൽ മതി. തൻ്റെ പിതാവിനോട് മാത്രമല്ല, എൻ്റെ പിതാവിനോടും എനിക്ക് സംസാരിക്കണം. ശരി, സംസാരിച്ചോളൂ. അപ്പോ ആരാ അത്? ആര്? തൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടാലേ അറിയാം തൻ്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന്. ആരാ അതെന്നാ ചോദിച്ചത്. അതങ്ങേക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാ. എനിക്കറിയാവുന്ന ആൾ? ആരാ അത്? അങ്ങയുടെ അനിയൻ അഥർവാചാര്യൻ. ഓ, അപ്പൊ അതുകൊണ്ടാണ് അവൻ രാവിലെ തന്നെ എൻ്റെ കൂടെ വരണമെന്ന് വാശി പിടിച്ചതും കുറേ നേരമായി എന്തോന്നിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നതും അല്ലേ? അത് വേണ്ട, നിങ്ങളുടെ കാര്യവും പിതാവിനോട് ഞാൻ സംസാരിക്കാം. വളരെ നന്ദിയുണ്ട് ജ്യേഷ്ഠ. നന്ദി മാത്രം പോരാ, തൻ്റെ ജ്യേഷ്ഠതയെ എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് വളരെ പെട്ടെന്ന് അടുക്കുന്ന ഒരാളാണ്. തൻ്റെ ജ്യേഷ്ഠതയുടെ മനസ്സ് കീഴടക്കാൻ എന്തെങ്കിലും വിദ്യയുണ്ടോ? പുറമെ പരിക്കനാണെന്ന് തോന്നുമെങ്കിലും എന്റെ ജ്യേഷ്ഠതയുടെ പാവ. പിന്നെ നമുക്ക് നോക്കാം. എന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠത്തെ കെട്ടിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റ വരെയും പോകും. മഹാരാജൻ, ഇഷണേനിയ രാജ്യവും തേജരാജ്യവും ഒന്നിക്കുവാനാണ് എൻ്റെ പിതാവ് ആഗ്രഹിച്ചത്. പക്ഷേ വേദവിദ്യയുമായുള്ള നമ്മുടെ വിവാഹം നടക്കില്ല. അതെന്താ കുമാര, എൻ്റെ മകൾ എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങയുടെ ഇളയ പുത്രിയെയല്ല, അങ്ങയുടെ മൂത്ത പുത്രിയായ അശ്വമാനസെ വിവാഹം ചെയ്യുവാനാണ് താല്പര്യം. അതുമാത്രമല്ല, അങ്ങയുടെ ഇളയ പുത്രിയായ വേദവിദ്യയെ എൻ്റെ അനുജൻ അഥർവാചാര്യനുമായി വിവാഹം ചെയ്യുവാനും നാം ആഗ്രഹിക്കുന്നു. അങ്ങയ്ക്ക് താല്പര്യമാണെങ്കിൽ ഈ രണ്ട് വിവാഹവും ഒരു സമയം തന്നെ നടത്തുവാൻ നാം പിതാവിനോട് പറയുന്നതാണ്. നമുക്ക് സമ്മതമാണ്. പക്ഷേ അതിനു മുമ്പായി അശ്വമാനസയുടെ സമ്മതവും കൂടി നമുക്കറിയണം. ഒരു തവണ എൻ്റെ പുത്രിയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയതാണ്. ഇനിയും ആ തെറ്റ് സംഭവിക്കാൻ പാടില്ല. മാനസ, എന്താണ് മോളുടെ തീരുമാനം? പിതാവേ, ഒരു വിവാഹം എന്നാൽ ഒരു കച്ചവട ഉടമ്പടി മാത്രമല്ല, അത് രണ്ടുപേരുടെ മനസ്സിൻ്റെ കൂടിച്ചേരൽ കൂടിയാണ്. ഇദ്ദേഹത്തെ ഇന്ന് ആദ്യമായാണ് നാം കാണുന്നത് തന്നെ.
ഇദ്ദേഹത്തെ പറ്റി ഒന്നും തന്നെ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മനസ്സിലാക്കുവാനും എനിക്ക് കുറച്ച് സമയം വേണം. അതിനുള്ള സമയം അങ്ങ് അനുവദിച്ചു തരണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. കുമാര, അങ്ങേക്കോ? മഹാരാജൻ, കുമാരി പറഞ്ഞത് സത്യമാണ്. ഒരു വിവാഹം എന്നാൽ രണ്ട് ആത്മാക്കളുടെ കൂടിച്ചേരൽ കൂടിയാണ്. ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം വിശ്വസിച്ചും സ്നേഹിച്ചും കഴിയേണ്ടവരാണ് അവർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലാക്കുക എന്നുള്ളത് കുമാരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിന് നമുക്കും സമ്മതമാണ്. അങ്ങനെയെങ്കിൽ കുമാരന്മാർ രണ്ടുപേരും കുറച്ച് ദിവസം നമ്മുടെ കൊട്ടാരത്തിൽ ചിലവഴിച്ചാലും? ശരി മഹാരാജൻ, നാം ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് പിതാവിനൊരു ദൂത് അയക്കുന്നതാണ്. ഈ ദിവസങ്ങളിലത്രേ വേദവിദ്യ തൻ്റെ ചേച്ചിയുടെ മനസ്സിൽ ആദവിൻ്റെ സ്ഥാനം ഉറപ്പിക്കുവാനായുള്ള വിദ്യകളെല്ലാം അവന് പറഞ്ഞു നൽകി. തേജരാജ്യം കണ്ട് ഏറ്റവും വലിയ യോദ്ധാവായ ആദവാചാര്യന്റെ ഉള്ളിൽ അശ്വമാനസ എന്ന വീരയുവതി വളരെയധികം സ്ഥാനം പിടിച്ചു. ഇതിനിടയിലുമൊക്കെ തന്നെ നമ്മുടെ അഥർവിന്റെയും വേദവിദ്യയുടെയും പ്രണയ ദിനങ്ങളും ഉണ്ടായിരുന്നു. அன்பே அன்பே கொல்லாதே கண்ணே கண்ணை கிள்ளாதே പതിയെ പതിയെ അശ്വമാനസയുടെ മനസ്സിനെ നമ്മുടെ ആദവാചാര്യൻ കൈയടക്കി. മുമ്പെപ്പോഴോ മരവിച്ചു പോയ അവളുടെ മനസ്സിനെ അവന്റെ സ്നേഹം തഴുകി ഉണർത്തി. കുടിക്കാതെ അൻപേ അൻപേ കൊല്ലാതെ കണ്ണേ കണ്ണை കിള്ളാതെ അധികം വൈകാതെ തന്നെ അശ്വമാനസയുടെ ഉള്ളിൽ ആദവാചാര്യൻ എന്ന ധീരയോദ്ധാവ് അല്ല, അവളുടെ ആദം വളരെ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു. ദിവസങ്ങൾ നിരവധി കഴിഞ്ഞുപോയി. ഇന്നവർക്ക് തിരിച്ചു പോകേണ്ട ദിനമാണ്. മാനസ, അധികം വൈകാതെ തന്നെ നിന്നെ സ്വന്തമാക്കുവാൻ നാം വരുന്നതാണ്. ഞാൻ നിന്നെ കാത്തിരിക്കും. എത്ര നാളാണെങ്കിലും നിന്നെ ഞാൻ കാത്തിരിക്കും മാധവ്. അപ്പോൾ ഇനി മുതൽ ഈ വേദവിദ്യ ഈ അറിവിന് സ്വന്തം അല്ലേ? ഞാൻ ഇന്നും നിനക്ക് മാത്രം സ്വന്തമാണ്. അവൾ എന്റെയാ. എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവളെ മറ്റവർക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല. എല്ലാം ഇങ്ങനെ നശിപ്പിച്ചത് കൊണ്ടായി. അത് തെളിയിച്ച് കാണിക്കണം. തെളിയിക്കാം. തെളിയിച്ച് തന്നെ കാണിച്ചു തരാം ഈ രുദ്രനാരാണ്. മഹാരാജൻ, മഹാരാജൻ, എന്താണ് എന്താണ് ഭട? രാജാവേ, നാം ഇഷണേന്യ രാജ്യത്തിലെ ഭടനാണ്. രാജാവേ, ഇഷണേന്യ രാജ്യത്തിന്റെ എതിർ രാജ്യമായിരുന്ന ഖരരാജ്യം നമുക്കെതിരെ ഇന്നലെ ഒളിയുദ്ധം പുറപ്പെടുവിച്ചു. ഇന്നലെ രാത്രി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ അവർ കൊന്നൊടുക്കി.
കൊട്ടാരവും അവർ അതിക്രമിച്ചു. വേദവിദ്യ രാജകുമാരി അവർ തടങ്കലിലാക്കി. അശ്വമാനസ രാജകുമാരി അവർക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജാവിനെയും അവര് വധിച്ചു. നടന്ന് യുദ്ധത്തിനിടയിൽ നമ്മുടെ അശ്വമാനസ കുമാരി ഇന്നലെ യുദ്ധത്തിനിടയിൽ കലരാജ്യത്തെ കുമാരൻ വധിച്ചു. അശ്വമാനസയുടെ മരണവിവരം ആദവിന്റെ മനസ്സിന്റെ എല്ലാ നിയന്ത്രണങ്ങളെയും തെറ്റിച്ചു. അവൻ കരരാജ്യവുമായുള്ള യുദ്ധത്തിന് ഉത്തരവിട്ടു. ഇരു രാജ്യങ്ങളും നേർക്കുനേർ. ആദവും മദർവും രുദ്രനും നേർക്കുനേർ. വലിയൊരു യുദ്ധത്തിന് തന്നെ ഇരു രാജ്യങ്ങളും സാക്ഷിയായി. അവസാനം യുദ്ധം ആദവാചാര്യനും യാഗരുദ്രനും തമ്മിൽ. രുദ്ര, നിന്നെയും നിന്റെ രാജ്യത്തെയും നാം ചുട്ടിരിക്കും. നീ കൊന്നത് എന്റെ പ്രണയത്തെയാണ്, എന്റെ പ്രാണന്റെ പകുതിയാണ്. നിന്നെ നാം ഒരിക്കലും വെറുതെ വിടുകയില്ല. അവൾ പറഞ്ഞിരുന്നു, മരണക്കിടക്കയിലും അവൾ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിനക്കറിയണോ അവൾ എന്താ പറഞ്ഞതെന്ന്? രുദ്ര, നീ എന്നെ കൊല്ലുമായിരിക്കും. പക്ഷേ അവൻ നിന്നെ തേടി വരും. നിന്നെ അവൻ കൊത്തിച്ച് ചാമ്പലാക്കും. അവൻ നിനക്കെന്നാടി അവനുണ്ടായത്? നിന്നെ ഞാനില്ല ആഗ്രഹിച്ചത്. എന്നിട്ട് നീ എങ്ങനെ മറ്റൊരുത്തനെ കെട്ടുവാൻ നിനക്ക് എങ്ങനെ ധൈര്യമാണ്? നിന്നെ എനിക്ക് കിട്ടാത്തിടത്തോളം അവനെ ഞാൻ വിട്ടു കുടിക്കില്ല. മനസ്സാ, നിന്നെ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാണെന്നറിയോ? പക്ഷേ അവൻ അതിൻ്റെ ഇടയിലേക്ക് വന്നു. നിന്റെ പിതാവും വന്നു. നിന്റെ പിതാവിനെ ഞാൻ തീർത്തു. അടുത്തത് അവനാ. പക്ഷേ നിന്നെ ജീവനോടെ വിടാൻ പാടില്ല. കൊന്നു നീ എന്നെ. പക്ഷേ ഇത്ര ജന്മമെടുത്താലും ഞാൻ അവൻ്റെ മാത്രമായിരിക്കും. നിനക്കൊരിക്കലും അവൻ്റെ 7 അയലത്ത് പോലും എത്താനാകില്ല രുദ്ര. ചാടി നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ സമ്മാനം കരുതി വെച്ചത്. അടുത്തത് നീയാ. രുദ്ര, അവൾ പറഞ്ഞതുപോലെ ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും അവൾ നിന്നെ ഞാൻ വിട്ടു തരില്ല. അവൾ എൻ്റേത് തന്നെയാണ്. അത് നിനക്കെന്നല്ല, ആർക്കും തിരുത്താൻ കഴിയില്ല. നിന്റെ അന്ത്യം അത് എന്റെ കൈകൊണ്ടായിരിക്കും. രുദ്രൻ ആദവിന്റെ വാൾമുനയിൽ കീഴ്പ്പെട്ടു തുടങ്ങിയിരിക്കും. രുദ്ര, ഇന്ന് ഞാൻ ഈ വാൾ നിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുന്നത് എന്റെ പ്രണയത്തിന് നഷ്ടമാക്കിയതിന്റെ പ്രതികാരമായിട്ടാണ്. മാനസ, തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ആഗ്രഹം അങ്ങനെ
വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഞാൻ മരിക്കുന്നെങ്കിൽ അത് നിന്റെ മടിയിൽ കിടന്ന് വേണം എനിക്ക് മരിക്കാൻ. അങ്ങനെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ ചുണ്ടുകളിലേക്ക് അവസാനമായി നീ നിന്റെ സ്നേഹം പകരണം. അവസാനമായിട്ടാണെങ്കിലും അതെനിക്ക് വേണം. നിനക്ക് അങ്ങനെ തരുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ ദാറ്റ്സ് ദ സ്റ്റോറി അല്ലേ? അതെ മാഡം. അമ്പോ, എന്താ ഇത്? എനിവേ അശ്വിൻ, സ്റ്റോറി എനിക്കും മിത്രയ്ക്കും ഒരുപാട് ഇഷ്ടമായി. നമ്മൾ എന്തായാലും ഈ മൂവി ചെയ്യുക. തൻ്റെ ഫസ്റ്റ് മൂവി അല്ലേ ഇത്? എൻ്റെയും മിത്രയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൂവി ഇത് തന്നെ ആയിക്കോട്ടെ. ഹലോ. ഹലോ ഏട്ടാ, എന്തായി? ഇനി മുതൽ താൻ വെറും അശ്വിൻ കുമാറിന്റെ ഭാര്യയല്ല, ഡയറക്ടർ അശ്വിൻ കുമാറിന്റെ ഭാര്യയാണ്. ശരിക്കും കൺഗ്രാറ്റ്സ് ഏട്ടാ. ഞാൻ അമ്മയോടും അച്ഛനോടും പോയി പറയട്ടെ. പെട്ടെന്ന് വായോ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി ശരി, പെട്ടെന്ന്. അമ്മ അച്ഛൻ സക്സസ്. പിന്നല്ല, അവനെ എൻ്റെ മകൻ. എങ്ങനെ? അവനെ എൻ്റെ മകനാ. അവന് എൻ്റെ കഴിവുകളാ കിട്ടിയിരിക്കുന്നത്. ഇത്രയും നാളും ഇല്ലാത്തൊരു പുത്രസ്നേഹം വന്നിരിക്കുന്നു. അതെ, അവനെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഞാനേ ഉണ്ടായല്ലോ കേട്ടാ. ഓ, ഞാനൊന്നും പറഞ്ഞേ.